എന്നാൽ നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ? ഇത് വെറും ചായയല്ല കേട്ടോ. കുറേ കാലമായിട്ട് കുടിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു സ്പെഷ്യൽ ചായ. അങ്ങനെ സൺഡേ വിൻ്ററും കഴിഞ്ഞ് ദുബായ് ഇതാ സമ്മറിലേക്ക് കടന്നിരിക്കുന്നു. ചൂടത്ത് ചായ കുടിക്കുക എന്നുള്ളത് നമ്മൾ മലയാളികളുടെ പ്രിയ വിനോദമാണല്ലോ. കരാമീന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ചായ കുടിക്കുന്ന ഹാബിറ്റായിരുന്നു. പേരിന് ഷുഗർ കട്ടൻ ഡയറ്റ് ഉണ്ടെങ്കിലും ചായയിൽ മധുരം വേണം. പിന്നീടാണ് മനസ്സിലായത് മിസ് ചെയ്തത് ചായ ആയിരുന്നില്ല, ചായ കുടിക്കാൻ കൂടെ ഉണ്ടായിരുന്ന ആളെയായിരുന്നു. എന്തെന്ന് വെച്ചാൽ മധുരം ചായക്കല്ലായിരുന്നു, ചായ കുടിക്കുമ്പോൾ കൂട്ടിനുണ്ടായ ആൾക്കായിരുന്നു. പക്ഷേ ദുബായിലുള്ള എല്ലാ മലയാളികളെ പോലെയും നമ്മളും ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനും കറാമയിൽ തന്നെയാട്ടോ പോകുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ ചായ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇതാണ് ജുമൈറയിലുള്ള ടർക്കിഷ് വില്ലേജ്. നമ്മൾ ടർക്കിഷ് വില്ലേജിൽ കയറിയിട്ട് നേരെ റൂഫ് ടോപ്പിലേക്കാണ് പോയത്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സൈഡിൽ ബുർജ് ഖലീഫയും ഒരു സൈഡിൽ കടലുമാണ് നമുക്ക് കിട്ടുന്ന വ്യൂ. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ചായ. ടർക്കിയുടെ ചരിത്രത്തിൽ തന്നെ ടൂലിപ്പ് ഫ്ലവേഴ്സിന് വലിയൊരു സ്ഥാനമുണ്ട്. ഓട്ടോമൻ എംപയറിൻ്റെ കാലത്ത് ഈ പൂവ് പ്രൗഢിയുടെയും പൂർണ്ണതയുടെയും അടയാളമായി കണക്കാക്കിയിരുന്നു. ഈ പൂവിനോടുള്ള ഇഷ്ടം കാരണമാണ് തങ്ങളുടെ ദേശീയ പാനീയമായ ചായ കുടിക്കാൻ ആ പൂവിൻ്റെ ആകൃതിയുള്ള ഗ്ലാസ് അവർ തിരഞ്ഞെടുത്തത്. ടർക്കിയിലെ ദ ബ്ലാക്ക് സീ റീജിയനിലാണ് മെയിൻലി ലീവ്സ് ഗ്രോ ചെയ്യുന്നത്. ലോകത്ത് മറ്റെവിടെയും കാണാത്ത പോലെ ഈ ലീവ്സ് വിൻ്ററിൽ മഞ്ഞ് മൂടി കിടക്കും. അതുകൊണ്ട് തന്നെ ലീവ്സ് ഗ്രോ ചെയ്യാനായിട്ട് രാസവളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്രയും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ചായ സ്പെഷ്യൽ ആവാതിരിക്കില്ലല്ലോ.